ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ നടന്ന സത്തേണ് ഡെർബിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ 4-2 തോൽപ്പിച്ച് ബെംഗളൂരു എഫ്.സി. ആദ്യ പകുതിയിൽ ബെംഗളൂരു 2-0 മുന്നിലായിരുന്നു. എന്നാൽ രണ്ടാം പകുതിയിൽ 2 ഗോൾ തിരിച്ചടിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ഒപ്പമെത്തി. എന്നാൽ ഛേത്രിയിലൂടെ ബെംഗളൂരു കളി തിരിച്ചുപിടിച്ചു. 8-ാം മിനിറ്റിൽ വലതു വിങ്ങിൽ നിന്ന് ബെംഗളൂരു തുടങ്ങിവെച്ച ആക്രമണമാണ് മത്സരത്തിലെ ആദ്യ ഗോളിന് കാരണമായത്. വലതു വിങ്ങിൽ നിന്ന് വില്യംസ് നൽകിയ ക്രോസിൽ തലവെച്ച് സുനിൽ ഛേത്രിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾവല കുലുക്കിയത്. അതിമനോഹരമായൊരു ഹെഡറിലൂടെയാണ് ഛേത്രി കേരളത്തിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത്. 8-73-98 മിനിറ്റുകളിലാണ് സുനിൽ ഛേത്രി കേരളത്തിന്റെ പ്രതിരോധം തകർത്ത് ഗോൾ നേടിയത്. 38 റയാൻ വില്യംസ് ഒറ്റയ്ക്ക് നടത്തിയ മുന്നേറ്റത്തിനൊടുവിൽ ബെംഗളൂരു ലീഡ് 2-0 ആയി ഉയർത്തി. ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന്റെ വീഴ്ച മുതലെടുത്താണ് വില്യംസ് കേരളത്തിന്റെ വല കുലുക്കിയത്. ബ്ലാസ്റ്റേഴ്സിനായി ജീസസ് ജിമിനസ് 56, ഫ്രെഡി ലാൽവമാവ്മ 67 എന്നിവരാണ് ഗോൾ കണ്ടെത്തിയത്. അവസാനം കളിച്ച 3 മത്സരങ്ങളും തോറ്റ ബ്ലാസ്റ്റേഴ്സിന് ടൂർണമെന്റിൽ തിരിച്ചുവരാൻ ബെംഗളൂരുവിൽ വിജയം അനിവാര്യമായിരുന്നു. 11 കളിയിൽ നിന്ന് 11 പോയിന്റുമായി പട്ടികയിൽ 10ാമതാണ് ബ്ലാസ്റ്റേഴ്സ്. 3 മാറ്റങ്ങളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബെംഗളൂരുവിനെതിരെ ഇറങ്ങിയത്. ആദ്യഘട്ടത്തിൽ പന്ത് നിയന്ത്രണത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിലായിരുന്നു. പക്ഷേ 7-ാം മിനിറ്റിൽ പ്രത്യാക്രമണത്തിലൂടെ ബെംഗളൂരു ലീഡ് നേടി. വലതുവശത്ത് വില്യംസ് നടത്തിയ മുന്നേറ്റമാണ് ഗോളിലേക്ക് വഴിതുറന്നത്. ഒന്നാന്തരം ക്രയാസ് ബോക്സിലേക്ക്. സന്ദീപിന്റെ പ്രതിരോധത്തെ മറികടന്ന് ഛേത്രി അതിൽ തലവച്ചു. ഗോൾ വീണത് ക്ഷീണമായെങ്കിലും ബ്ലാസ്റ്റേഴ്സ് വീര്യം കെടാതെ പന്ത് തട്ടി. ഹിമിനെസിനും നോഹയ്ക്കും ലോണയ്ക്കുമെല്ലാം ബോക്സിൽ വെച്ച് പന്ത് കിട്ടിയെങ്കിലും ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങിയില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾക്കിടെയാണ് ബെംഗളൂരു അടുത്ത തിരിച്ചടി നൽകുന്നത്. വില്യംസ് മനോഹരമായ ഷോട്ടിലൂടെ ബെംഗളൂരുവിന്റെ ലീഡുയർത്തി. എഡ്ഗാർ മെൻഡെസാണ് അവസരമൊരുക്കിയത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പ് ബ്ലാസ്റ്റേഴ്സിന് കനത്ത തിരിച്ചടി കിട്ടി. സുരേഷ് സിംഗിന്റെ ഫൗളിൽ വിപിൻ മോഹനൻ പരിക്കേറ്റ് മടങ്ങി. ഡാനിഷ് ഫാറൂഖ് പകരക്കാരനായി കളത്തിലെത്തി. ഇടവേളയ്ക്ക് പിരിയുന്നതിന് തൊട്ടുമുമ്പ് ഫ്രെഡിയുടെ ഷോട്ട് ഗുർപ്രീത് തടഞ്ഞു. ഇടവേള കഴിഞ്ഞുള്ള ആദ്യഘട്ടത്തിൽ ജിമിനെസിന്റെ മികച്ചൊരു ഹെഡർ ഗുർപ്രീത് ഒറ്റക്കൈകൊണ്ട് തടയുകയായിരുന്നു. പിന്നാലെ ബോക്സിനരികെ കിട്ടിയ ഫ്രീകിക്ക് നോഹ പുറത്തേക്കടിച്ചു കളഞ്ഞു. എന്നാൽ തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കൊടുവിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം കണ്ടു. നവോച്ച ഉയർത്തുവിട്ട പന്ത് ഇടതുവശത്ത് നോഹ കാലിലാക്കി. വരക്കരികെ വെച്ച് രാഹുൽ ബെക്കെ തടഞ്ഞെങ്കിലും പന്ത് വിട്ടുകൊടുത്തില്ല നോഹ. തിരിച്ചെത്തി അകത്തേക്ക് തള്ളി. ക്ലോസ് റേഞ്ചിലുണ്ടായ ജിമിനെസ് പിങ്കാൽ കൊണ്ട് തട്ടിയിട്ടപ്പോൾ ഗുർപ്രീത് കാഴ്ചക്കാരനായി. സീസണിൽ 8ാം ഗോളാണ് ഹിമിനെസിന്. പിന്നെ തകർപ്പൻ കളിയാണ് സ്റ്റാരയുടെ സംഘം പുറത്തെടുത്തത്. നോഹയും ലോണയും ചേർന്നുള്ള നീക്കം മനോഹര നിമിഷങ്ങൾ സമ്മാനിച്ചു. 67 മിനിറ്റിൽ വലതുവശത്ത് നിന്ന് ലൂണ കൊടുത്ത മനോഹര ക്രയാസിൽ ഫ്രെഡി തലവെച്ചതോടെ സ്റ്റേഡിയം ഇളകിമറിഞ്ഞു. സ്കോർ 2-2. പക്ഷേ ആശ്വാസം നീണ്ടുനിന്നില്ല. ജോർജ് പെരേര ഡേസ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം തകർത്തു. ബോക്സിനുള്ളിൽ വച്ച് ഛേത്രിയിലേക്ക്. 2ാം ഗോളിലൂടെ ഛേത്രി ബെംഗളൂരുവിന് ലീഡൊരുക്കി. തുടർന്നും ബ്ലാസ്റ്റേഴ്സ് ആക്രമിച്ചു കളിച്ചു. പക്ഷേ ഒന്നും വല കണ്ടില്ല. ഗോൾ കീപ്പർ ഗുർപ്രീതിന്റെ പ്രകടനവും നിർണായകമായി. ഇതിനിടെ കൊയഫിന് പകരം ക്വാമി പെപ്രയും സന്ദീപിന് പകരം പ്രീതം കോട്ടലും കോറുവിന് പകരം പ്രബീർ ദാസുമെത്തി. കളി തീരാൻ നിമിഷങ്ങൾ ശേഷിക്കെ ഹാട്രിക്കിലൂടെ ഛേത്രി ബെംഗളൂരുവിന്റെ ജയം പൂർത്തിയാക്കി. 14 മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. കൊൽക്കത്തയാണ് വേദി.